ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ വിഷുവിൻ്റെ തലേ ദിവസത്തുള്ള വിഷു ഒരുക്കങ്ങളും പിന്നെ വിഷുവിൻ്റെ വിഷുക്കണി കാണല്, പടക്കം പൊട്ടിക്കല്, അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ എല്ലായ്പ്പോഴും വീഡിയോയിൽ ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കണേന്നുള്ളത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരിക്കും ചെയ്യുക. ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു അത് ചെയ്യണ്ട, നമുക്ക് വിഷുവിൻ്റെ കാര്യങ്ങൾ അറിയുന്നത് ഷെയർ ചെയ്യാമെന്ന്. ഞാൻ ഒന്ന് രണ്ട് വീഡിയോസിൽ കേട്ട കഥകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമുക്കറിയാം, കാർഷികോത്സവമാണ് വിഷു അല്ലേ? കാർഷികോത്സവമാണ് വിഷു. ഐശ്വര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയും ഉത്സവമാണ് വിഷു എന്ന് പറയുന്നത്. മലയാള മാസം മേടം 1 വിഷു ആഘോഷിക്കുന്നത്. എന്നാൽ ഇപ്രാവശ്യം നമുക്ക് മേടം 2 വിഷു വന്നിരിക്കുന്നത് അല്ലേ? രാവും പകലും തുല്യമായ ദിവസമാണ് വിഷു. വിഷുവുമായി ബന്ധപ്പെട്ട് പല ഐതിഹ്യങ്ങളും നിലവിലുണ്ട്. എനിക്കറിയാവുന്നവ, ഞാൻ അറിഞ്ഞവ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു എന്ന് മാത്രം. രാവണന്റെ മേൽ രാമൻ നേടിയ വിജയം ആഘോഷിക്കുവാനാണ് വിഷു എന്നാണ് ഒരു വിശ്വാസം. മറ്റൊന്ന്, ത്രേതായുഗത്തിൽ രാവണൻ തട്ടിക്കൊണ്ടുപോയ സീതയെ അന്വേഷിക്കുന്ന സമയത്ത് ശ്രീരാമൻ സുഗ്രീവനുമായി സീതാന്വേഷണത്തിൽ സഖ്യത്തിൽ ഏർപ്പെട്ടു. ബാലിയെ നിഗ്രഹിച്ച് സുഗ്രീവനെ കിഷ്കിന്ധയിലെ രാജാവാക്കുക എന്നതായിരുന്നു സീതാന്വേഷണത്തിന് സുഗ്രീവൻ വച്ച നിബന്ധന. സുഗ്രീവന്റെ നിബന്ധന അംഗീകരിച്ച രാമൻ സുഗ്രീവനോട് ബാലിയെ യുദ്ധം ചെയ്യുവാനായി വെല്ലുവിളിക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ബാലിയും സുഗ്രീവനും തമ്മിൽ യുദ്ധം ചെയ്യുന്നതിന്റെ ഇടയിൽ രാമൻ മറഞ്ഞിരുന്ന് ബാലിയെ അമ്പെയ്തു വധിച്ചു. ഒരു മരത്തിന്റെ പിന്നിൽ മറഞ്ഞിരുന്നു കൊണ്ടാണ് ഭഗവാൻ ശ്രീരാമൻ ബാലിയെ വധിച്ചത്. പിന്നീട് എല്ലാവരും ഈ മരം കാണുമ്പോൾ ബാലിയെ കൊന്ന മരം എന്ന് വിളിക്കാൻ തുടങ്ങി. അത് പിന്നീട് കൊന്ന മരമായി മാറി. ഇതിൽ മനംനൊന്ത ആ മരം ഒരു തെറ്റും ചെയ്യാത്ത താൻ ബാലിയെ കൊന്നതിന്റെ പഴി കേൾക്കേണ്ടി വരികയാണെന്ന സങ്കടം ഭഗവാൻ ശ്രീരാമനോട് പറഞ്ഞു. എന്നാൽ എന്നോടുകൂടി സഖ്യത്തിൽ ഉണ്ടായതുകൊണ്ട് നിനക്കും നിന്റെ വർഗത്തിൽപ്പെട്ടവർക്കും സൗഭാഗ്യം ലഭിക്കും. സദാ ഈശ്വര സ്മരണയോടെ ഇരിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഭഗവാൻ ശ്രീരാമൻ പോയി. ഭഗവാന്റെ വാക്കുകൾ ശിരസാവഹിച്ചുകൊണ്ട് കൊന്നമരം ഈശ്വര സ്മരണയോടെ ഇരുന്നു. കാലങ്ങൾ ഒരുപാട് കടന്നുപോയി. കലികാലം ആരംഭിച്ചു. ഒരിക്കൽ കണ്ണനെ തന്റെ കളിക്കൂട്ടുകാരനായി കണ്ടിരുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. ആ കുഞ്ഞിന് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലരൂപം കാണണം, കണ്ണനോടൊപ്പം കളിക്കണം. അവൻ അതിനുവേണ്ടി മാത്രം പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിന്റെ പ്രാർത്ഥനയിൽ മനം നിറഞ്ഞ ശ്രീകൃഷ്ണൻ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിൽ ആ ബാലകന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. സന്തോഷം കൊണ്ട് ആ കുട്ടി കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരുന്നു. ശ്രീകൃഷ്ണൻ ബാലനോട് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു. നിന്നെ കാണുന്നതല്ലാതെ മറ്റെന്ത് കിട്ടാനാണ് എന്നാണ് ആ കുട്ടി കണ്ണീരോടെ പറഞ്ഞത്. ബാലന് തന്നോടുള്ള സ്നേഹത്തിൽ മനസ്സു നിറഞ്ഞ ശ്രീകൃഷ്ണൻ തന്റെ അരയിൽ അണിഞ്ഞിരുന്ന അരഞ്ഞാണം ആ ബാലന് സമ്മാനമായി നൽകി. ബാലൻ തനിക്ക് കണ്ണനിൽ നിന്നും കിട്ടിയ സമ്മാനം എന്ന് പറഞ്ഞ് എല്ലാവരെയും ആ അരഞ്ഞാണം കാണിച്ചു കൊടുത്തുവെങ്കിലും ആരും അവനെ വിശ്വസിച്ചില്ല. അടുത്ത ദിവസം അമ്പലത്തിലെ പൂജാരി നട തുറന്നപ്പോൾ കണ്ണന്റെ അരയിലെ അരപ്പട്ട കാണാതായത് ശ്രദ്ധിക്കുകയും ആ വാർത്ത നാട്ടിൽ പരക്കുകയും ചെയ്തു. പലരും ആ ബാലൻ കള്ളനാണെന്ന് പറഞ്ഞ് മുദ്രകുത്തി അപമാനിക്കാൻ തുടങ്ങി. എന്നാൽ ആളുകൾ തന്റെ മകനെ കള്ളനെന്ന് വിളിക്കുന്നത് കുട്ടിയുടെ അമ്മയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബാലന്റെ കയ്യിൽ നിന്നും അരഞ്ഞാണം പിടിച്ചു വലിച്ച് എറിഞ്ഞു കളഞ്ഞു. അരഞ്ഞാണം ഒരു കൊന്ന മരത്തിൽ കുടുങ്ങി. ആ മരം പെട്ടെന്ന് മഞ്ഞ പൂക്കൾ കൊണ്ട് നിറഞ്ഞു. അങ്ങനെ കൊന്ന മരം കണിക്കൊന്ന മരം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ആ ദിവസമാണ് വിഷു എന്ന് ഒരു ഐതിഹ്യവും ഉണ്ട്. കൃഷ്ണന്റെ പൊന്നരഞ്ഞമാണ് സ്വർണമണികൾ പോലെയുള്ള കണിക്കൊന്ന പൂക്കൾ എന്നാണ് സങ്കല്പം. ഇതാണ് എനിക്കറിയാവുന്ന കഥ. അത് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചു എന്ന് മാത്രം. ഇതിൽ ഏത് കഥ വിശ്വസിക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹം? എനിക്ക് ഈ കുട്ടിയുടെ കഥയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. കൃഷ്ണന്റെ പൊന്നരഞ്ഞാണമാണ് കൊന്നപ്പൂക്കൾ എന്ന്, അതാണ് എനിക്കിഷ്ടപ്പെട്ടത്. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടവും. അങ്ങനെ എൻ്റെ കണികളൊക്കെ വിശേഷം പറഞ്ഞ് ഞാൻ ഒരുക്കി വെച്ച് കഴിഞ്ഞു കേട്ടോ. എല്ലാതും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ സാധനങ്ങളും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
കൃഷ്ണനും മുല്ലപ്പൂവും കൊന്നപ്പൂക്കളും ചക്കയും കണിവെള്ളരിയും മത്തനും തേങ്ങയും മാങ്ങയും വാൽക്കണ്ണാടിയും അങ്ങനെ എല്ലാം ഒരുക്കി വെച്ചു. രാവിലെ എഴുന്നേറ്റ് ഞാൻ വന്ന് കണി കണ്ടു. ആരും എനിക്ക് കണി കാണിക്കാനില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലാവുമ്പോൾ തന്നെ അമ്മ എനിക്ക് കണ്ണ് പൊത്തി വന്ന് മൊന്തിൽ നിന്ന് വെള്ളം എടുത്ത് കണ്ണ് തുടച്ച് കണി കാണിക്കുമായിരുന്നു. ഇപ്പം ഞാൻ എല്ലാവർക്കും കണി കാണിക്കുന്നത് കൊണ്ട് ഞാൻ എഴുന്നേറ്റ് വന്ന് ഞാൻ കണി കണ്ട് അതിനുശേഷം ഞാൻ വിളക്കൊക്കെ കൊളുത്തി എന്നിട്ട് എല്ലാവരെയും കണി കാണിക്കാമെന്ന് വിചാരിച്ചു. ഇടയിൽ വന്നത് തന്നെ ഞാൻ കണിയൊക്കെ ഒരുക്കി ഉറങ്ങിയ ശേഷമാണ് വന്നിട്ടുണ്ടാവുക. ഒരു എന്തായാലും 1:30-2 മണി ആയി കാണും. ആ സമയത്തായിരിക്കും വന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇടയിൽ കണിയൊക്കെ കണ്ടിട്ടാണ് ഉറങ്ങിയത്. എങ്കിലും നമുക്ക് കണി കാണിക്കണമല്ലോ. രാവിലെ ഏകദേശം 3:30 തൊട്ടിട്ട് 5:45, 6:15 വരെയൊക്കെ കാണാമെന്നാണ്. സൂര്യോദയത്തിന് മുന്നായിട്ട് നമ്മൾ കണി കാണണം, അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ ഒന്നും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിളക്കൊക്കെ കൊളുത്തി. എനിക്ക് തേങ്ങ ഉടയ്ക്കൽ അത്ര വശമുള്ള പരിപാടി അല്ലാത്തതുകൊണ്ട് എന്തായാലും ഇടയിനെ എണീപ്പിച്ച് അതൊക്കെ ഉടച്ച് വെച്ചിട്ട് വേണം ആദ്യം എണീപ്പിക്കുക എന്നുള്ള രീതിയിൽ. ആദ്യനെയാണ് നമുക്ക് ശരിക്കും കണി കാണിക്കാനുള്ളത്. കാരണം ആദ്യം കണ്ടിട്ടില്ല, ആദ്യം ഉറങ്ങുമായിരുന്നല്ലോ. സോ ഞാൻ എല്ലാം ഒരുക്കി വെച്ചിട്ട് ആദ്യനെ വിളിച്ച് എണീപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 5 തിരിയും തെളിയിച്ചതിന് ശേഷം ഇടയിനെ വിളിച്ചെണീപ്പിച്ച് കണി കാണിച്ചു. ഇടയി തൊഴുതിയിട്ട് തേങ്ങ ഉടയ്ക്കുകയൊക്കെ ചെയ്ത് ആദ്യനെ വിളിക്കാമെന്ന് വിചാരിച്ചു. സുധാ ഇടയി വന്ന് തൊഴുതുവാണ്. തേങ്ങ ഉടയ്ക്കാൻ പോവാണ് കേട്ടോ. തേങ്ങയൊക്കെ ഉടച്ച് വെച്ചിട്ട് അതിനെ വിളിക്കുന്നതല്ലേ നല്ലത്. എല്ലാം സെറ്റായിട്ട് അവനെ വിളിച്ചെണീപ്പിക്കാമെന്ന് വിചാരിച്ചു. എന്താ തേങ്ങയൊക്കെ ഉടച്ചു. ഇതാണ് നമ്മളുടെ കണി. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഇഷ്ടപ്പെട്ടോ? ഓരോ പ്രാവശ്യം ഞാൻ ഓരോന്ന് പോലെ വെക്കും കേട്ടോ. ഇത് കറക്റ്റായിട്ട് എങ്ങനെ വെക്കുന്ന വീഡിയോസിലൊക്കെ പല രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കെല്ലാം കാണണം, എന്താ പറയുക, എല്ലാ സാധനങ്ങളും നമ്മുടെ കൺകുളിരെ കാണാം, നമുക്ക് സന്തോഷം തരുന്ന എല്ലാം കാണുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്നു. അതുകൂടാതെ നമുക്ക് സന്തോഷം തരുന്ന, നമുക്ക് കാണാൻ ഇഷ്ടം തോന്നുന്ന സാധനങ്ങളെല്ലാം വെക്കാം കേട്ടോ. ഈ ലഡ്ഡുവൊക്കെ ഞാൻ എപ്പോഴും വെക്കും കേട്ടോ. അമ്മയുടെ അടുത്ത് വീട്ടിലാണെങ്കിലും ലഡ്ഡു വെക്കാൻ പറയും. എനിക്കതൊക്കെ കാണുന്നത് ഇഷ്ടമാണ്. സോ ഞാൻ അതൊക്കെ വെക്കാൻ പറയും. അങ്ങനെ ഞാൻ ആദ്യം എണീപ്പിച്ചിട്ട് വന്നു കേട്ടോ. ഉറക്കച്ചടവുണ്ട്, എന്നാലും ഞാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ എണീപ്പിക്കും, അപ്പം ആദ്യം വന്ന് സുഖമായിട്ട് വന്നിട്ട് സ്വാമി തൊഴുതണം, മടി കാണിക്കരുത്, കുറച്ച് നേരം കൂടി ഉറങ്ങണം എന്നൊന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പം അതിൻ്റെ അത് അവൻ ഓർമ്മയിലുള്ളത് കൊണ്ട് ഒന്ന് തൊഴുതി. അത് കഴിഞ്ഞു. എൻജിൻ ഓഫായി തുടങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ചായ തുടങ്ങി. ഞാൻ അങ്ങനെ ഓരോന്നും കണ്ടോ, അതൊക്കെ കാണുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു അതോട്. അപ്പം ഈ തോളിൽ കിടക്കാൻ തുടങ്ങിയപ്പോൾ ഒന്ന് നിർത്തിക്കഴിഞ്ഞാൽ ഉഷാറാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് നിർത്തിയതാ. അപ്പം ഒന്ന് നോക്കി. അത് കഴിഞ്ഞതും വേഗം സെറ്റിയിൽ പോയി കിടക്കാൻ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് കണ്ണാടിയിൽ കൂടെ ഒന്ന് കാണിച്ചു കൊടുത്തതാണ് കേട്ടോ. കണ്ടോ ഇപ്പം ആദ്യം സാമിയായി എന്നൊക്കെ പറഞ്ഞിട്ട് വാൽ കണ്ണാടിയിൽ ആദ്യം കാണിച്ചു കൊടുത്തതായിരുന്നു. ആ വിടലിൽ തന്നെ അങ്ങനെ ആൾ പോയി സെറ്റിൽ പോയി കിടക്കാനോ പോണ്. അതാ പോകുന്നു കണ്ടോ. കുട്ടികളുള്ളവിടെയാണ് വിഷു എല്ലാം രസമല്ലേ. കുട്ടികളൊക്കെ ഇല്ലാതിരുന്നതിന് പിന്നെ എന്താ രസമല്ലേ. അവർക്കാണ് എല്ലാതും, വിഷു ആണെങ്കിലും എല്ലാം. ഇതാ നമ്മുടെ വിഷുവിൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റം കൈനീട്ടം തരൽ. ആദ്യക്കായിട്ടായി കൈനീട്ടം കൊടുക്കുവാണേ. ആദ്യം കൈനീട്ടമൊക്കെ മേടിച്ചു തൊഴുതി. ഞാനിട്ട് പറയുമായിരുന്നു ആദ്യം നിറയെ പൈസയൊക്കെ നമുക്ക് ഇനിയും കിട്ടണേന്ന് പ്രാർത്ഥിക്കൂ പറഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചതാണ് കേട്ടോ. അങ്ങനെ ആദ്യം കൈനീട്ടമൊക്കെ വാങ്ങി. ഇപ്പം നമുക്ക് കൈനീട്ടം തരാൻ ആളുള്ളപ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ഏട്ടയ്ക്ക് ഇപ്പോൾ കൈനീട്ടം കൊടുക്കാൻ ഇപ്പോൾ അമ്മയും അച്ഛനും ആരും ഇല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ ചോദിച്ചു, ഞാൻ ചെറിയ കുട്ടിയല്ലേ, ഞാൻ ഇടയ്ക്ക് കൈനീട്ടം തരാൻ പാടില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അത് ആവശ്യമില്ല അവരുടെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നത് കിടക്കട്ടെ ഒരു ഉമ്മ, ഇതാണ് എൻ്റെ കൈനീട്ടം എന്ന് പറഞ്ഞിട്ട്.
അടുത്ത് നമുക്കൊരാളുണ്ടല്ലോ, ഹ്യൂഗോ. അവൻ ശരിക്കും ഓൾറെഡി 3-4 പ്രാവശ്യം കണി കണ്ടു. ഓരോരുത്തർ എണീറ്റ് പോകുമ്പോഴും അവൻ കൂടെ വന്നിട്ട് കണി കണ്ടു. പക്ഷെ എന്നാലും അവനും നമ്മുടെ വീട്ടിലെ അംഗമല്ലേ, അപ്പം അവനെയും കൂടെ ഒന്ന് കാണിക്കണ്ടേ. അപ്പം ഞാൻ അവനെയും കൂടെ ഒന്ന് കണി കാണിച്ചു കൊടുത്തു കേട്ടോ. അവൻ എന്താ നടക്കണമെന്നൊന്നും അവൻ്റെ ആദ്യത്തെ വിഷയമാണ്. സോ അവനൊന്നും മനസ്സിലായില്ല. എന്തൊക്കെയൊക്കെയോ ഇവരെ സ്പെഷ്യലായി ചെയ്യുന്നു, ഈ നേരമില്ലാത്ത കാലത്തൊക്കെ ഇവർ എണീക്കുന്നു എന്നൊക്കെ ഉള്ള സാധനമായിരിക്കും അവൻ്റെ മൈൻഡിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുക. ഹ്യൂഗോയ്ക്ക് പിന്നെ നമുക്ക് കൈനീട്ടമായിട്ടൊന്നും കൊടുക്കാണ്ടാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു അവൻ എന്തെങ്കിലും സ്വീറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സ്വീറ്റ്സ് എടുത്ത് കൊടുത്തു കേട്ടോ. ഒരു പൊട്ട്, ഒരു കൈനീട്ടം, ഒരു പേരിന്. ഇപ്പം അവൻ ഏകദേശം ഇച്ചിരി ഓക്കെ ആയി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവന് വയ്യാന്നൊക്കെ. ഇച്ചിരി ഓക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇപ്പം കളിക്കാനും പിടിക്കാനൊക്കെ വരുന്നുണ്ട്. അങ്ങനെ തന്നെ പോട്ടെ. എല്ലാം നല്ല രീതിക്ക് എല്ലാവർക്കും ഐശ്വര്യം, സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാവട്ടെ ഈ വിഷുക്കാലത്ത് എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കണികാണലൊക്കെ കഴിഞ്ഞു. കുട്ടികളെ നമ്മൾ വിളിച്ചിട്ട് കൈനീട്ടം കൊടുക്കാൻ വേണ്ടി വിളിച്ചതാണ് കേട്ടോ. ഒരാൾ വന്നു. എല്ലാവരും ഉറക്കപ്പിച്ചില്ല മുഖത്ത്. രാത്രി എല്ലാവരും ലേറ്റായിട്ടാണ് കിടന്നത്. അപ്പം അതിൻ്റെ ഉറക്കപ്പിച്ച് എല്ലാവർക്കും മുഖത്തുണ്ട്. അടുത്ത ആൾ വന്നു. വീഴാൻ പോവുക, പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വീഴാൻ പോവുക. അങ്ങോട്ട് ശരിയായിട്ടില്ല. അങ്ങനെ നമ്മുടെ കൈനീട്ടം കൊടുക്കലൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ്റെ അവിടെ നമ്മൾ കൈനീട്ടം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെ വിളിച്ചപ്പോൾ നമ്മളും അങ്ങോട്ട് പോയി കേട്ടോ. ഏട്ടയ്ക്കും എനിക്കും ആദിക്കും ഒക്കെ കൈനീട്ടം തന്നായിരുന്നേ. ഞാൻ പിന്നെ വീഡിയോ ഒക്കെ എടുക്കണം എന്നുള്ളത് കൊണ്ട് ഇന്നലെ തന്നെ അങ്ങോട്ട് സെറ്റ് മുണ്ടൊക്കെ കുളി കഴിഞ്ഞതും ഞാൻ സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ടാണ് കണിയൊക്കെ ഒരുക്കിയത്. അപ്പം ഞാൻ അങ്ങനെ തന്നെ രാവിലെ ഇതാക്കിയപ്പോഴത്തേനും സെറ്റ് മുണ്ടോട് കൂടെ അല്ലാതെ പല്ലേക്ക് കുളിക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് മോൻ മാത്രം കഴുകി കണി കണ്ടു, അത്ര തന്നെ. അതിനുശേഷം ഞങ്ങളെ കുളത്തില്ല. ആദ്യക്ക് ഞാൻ കളർ കമ്പിത്തിരി വാങ്ങാതിരുന്നതായിരുന്നു. നല്ല പോലെ അതിൽ പുക പോകുന്നുണ്ട്. അപ്പോൾ അത് കാരണം വേണ്ട വെച്ചിരുന്ന. പക്ഷെ അവൻ ഇങ്ങനത്തെ കമ്പിത്തിരി കൊളുത്തത്തേ ഇല്ല. അവന് നല്ല പേടിയാണ് കയ്യിലോട്ട് തെറിക്കുന്നു പറഞ്ഞിട്ട്. പിന്നെ ഈ പൂക്കുറ്റി സാധനങ്ങളൊക്കെ കൊളുത്താൻ ഞാൻ തന്നെ ഉള്ളൂ, വേറെ ആരുണ്ട്? അതുകൊണ്ട് ഞാൻ അതൊക്കെ കൊളുത്തി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കമ്പിത്തിരി, പൂക്കുറ്റി എല്ലാം കൂടെ കൊളുത്തി കുറച്ച് നേരം ഇതാക്കി. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.